വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഫോറം മാളിലേക്കാണ്. എനിക്കൊരു ഡാൻസ് പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇച്ചിരി ഷോപ്പിംഗും ഉണ്ട്. പിന്നെ നമ്മുടെ ഫോറം മാളിൽ പുതിയതായിട്ട് പെറ്റ് കാർണിവൽ നടക്കുന്നുണ്ട്. 3 ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫോറം മാളിലെത്തി. ഫോറം മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു പെറ്റ് കാർണിവൽ നടക്കുന്നത്. പാൽത്തൂർ ജാൻവർ എന്നാണ് പേര്. നമ്മൾ ജാനുവരി 26, 27, 28 ദിവസങ്ങളിലാണ് ഇതുള്ളത്. അപ്പോൾ എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 150 വെച്ചാണ് ആവുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി ഫീസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പുറത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് കോഴിയുടെയൊക്കെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ എന്താ അകത്തൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ 150 രൂപയ്ക്ക് 2 ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് ഫസ്റ്റ് നമ്മൾ എൻട്രി ആയപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ക്യാറ്റുകളുടെ ഒരു സെക്ഷനാണ്. ഇങ്ങനെ ഓരോ പെറ്റിനെ ഇതുപോലെ ഒരു ബോക്സിലാണ് ഇട്ടേക്കുന്നത്, ഓരോ കൂട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലതിൻ്റെയൊക്കെ അവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർ സെയിൽസാണ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാറ്റുകളുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ ക്യാറ്റുകളാണ് ഫുള്ളുള്ളത്. ക്യാറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിനെയൊക്കെ കണ്ടപ്പോഴേക്കും. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയാൻ പറ്റില്ല, പക്ഷേ എല്ലാം നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ നോക്കണേയാണ്, ക്യാമറ കാണുമ്പോഴേക്കും നോക്കണേ കേട്ടോ. ഈ സെക്ഷൻ മൊത്തം ക്യാറ്റുകളാണോ ഉള്ളത്. ഇതിപ്പോൾ പെറ്റ് ഷോയുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്നത് മൊത്തം ബേർഡ്സാണ്, അതായത് ലവ് ബേർഡ്സിൻ്റെ ഒരു കളക്ഷൻസാണുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ട് ലവ് ബേർഡ്സ് ഇല്ല, ആകെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്നും തോന്നുന്നു അവൈലബിൾ കുറച്ചായിട്ടേ ഉള്ളൂ. ആ ഒരു സെക്ഷൻ മാത്രമേ ബേർഡ്സിൻ്റെ ആ സെക്ഷനിൽ കണ്ടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്തുണ്ടായിരുന്നത് ഫുൾ കോഴികളായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഴീസാണ് ഉള്ളത്. അത് നാടൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പുറത്തുനിന്നുള്ളതുണ്ട്. ഈ ഒരു 2 ഭാഗം നിറച്ചും കോഴികളാണ്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ടർക്കിഷ് കോഴിയാണ്, അതിൻ്റെ പേരൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 2 സെക്ഷനിൽ മൊത്തം കോഴികളുടെ മാത്രമായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഷോയിൽ ഉണ്ടായിരുന്നതും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പെറ്റ് ഷോയുടെ ഇത്. ബാക്കി കുറച്ച് അവരുടെ സ്റ്റോൾസ് അവർ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ഗ്രൂമിങ് സെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഈ പെറ്റ്സിൻ്റെ ആവശ്യത്തിനുള്ള ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഒരു കട, അങ്ങനത്തെ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് കോൺടാക്ട് നമ്പർ തരും, നമുക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ ചെന്നപ്പോഴാണ് ഈ ഡോഗിനെ കണ്ടത്. അപ്പോൾ അത് ടച്ച് ചെയ്യാൻ നമുക്ക് വേറെ ഒരു ഡോഗിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ട നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേ നമ്മുടെ പെറ്റ് കാർണിവലിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.